എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷൻസിലെല്ലാം നമ്മൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന പോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു അല്ലേ. ഇത് എന്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, RRB ജെയുടെ പ്രിലിംസ് ആയിട്ട് ഇതിനെ കാണണം എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാക്ട്സ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ നോക്കി 35 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സബ്ജക്ട് ഇതൊരു കമ്പാരിറ്റീവ്ലി പുതിയ സബ്ജക്റ്റ് ആണ്. അതായത് RRB എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സബ്ജക്റ്റോ സിലബസോ ഇതിന് മുമ്പുള്ള ഒരു എക്സാമിനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഓരോ ഏരിയാസും നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ റെഫറൻസ് വെച്ച് വേണം പഠിക്കാനായിട്ട്, എക്സ്ട്രാ എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം സിലബസിലേക്ക് പോവാം. ഇതാണ് കംപ്ലീറ്റ്, അതായത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മാത്സ് എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്സിന്റെ സിലബസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഇതാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. മാത്സും പുതിയ സിലബസ് ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സിന്റെ സർ വളരെ ക്ലിയർ കട്ട് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, അതിന്റെ ബേസിക്സ് എന്താണ്, അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്താണ്, അതെല്ലാം ആ സെഷനിൽ പറയുന്നുണ്ടാവും. ഞാൻ ഈ സെഷനിൽ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോർഷൻ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നമുക്കറിയാവുന്ന പോലെ എത്ര മാർക്കാണ്, 35 മാർക്കാണ് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം RRB സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. ആദ്യമായിട്ട് നമുക്കിത് ഒറ്റ പാരഗ്രാഫായിട്ടാണ് ഈ സിലബസ് തന്നിരിക്കുന്നത്. നമുക്കിതിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ സിലബസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ഫിസിക്സിന്റെ കുറച്ച് പാട്ടുണ്ട്. ആദ്യത്തെ 2 ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഫിസിക്സിന്റെ പാട്ടാണ്. ഇതിൽ നിന്ന് എന്ത് പഠിക്കണം, എന്തായിരിക്കണം നമ്മുടെ റെഫറൻസ്, എക്സ്ട്രാ ലേണിംഗ് എന്തായിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ കുറേ പോർഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇലക്ട്രോണിക്സിന്റെ പോർഷൻസ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ടോപ്പിക്സിന്റെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, അതിപ്പോൾ BSc ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, ഈവൻ BTech ആയിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട കുറേ ഏരിയാസ് ഉണ്ട്, കുറേ ഫണ്ടമെന്റൽസ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ സിലബസ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പോവാം. ആദ്യമായിട്ട് ഈ പറഞ്ഞ ഫിസിക്സ് എന്ന് പറയുന്ന പോർഷൻ, അതായത് ഈ സിലബസിന്റെ ആദ്യത്തെ 2 പോർഷൻ അത് മാത്രമായിട്ട് ഞാൻ എടുക്കുകയാണ്. അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എന്ത് പഠിക്കണം, എന്താണ് എക്സ്ട്രാ പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം നോക്കുക. ഫിസിക്സ് എന്ന ടോപ്പിക് വൈസ് നമ്മൾ ഈ ഒരു സിലബസിനെ, ഈ ഒരു എൻറ്റയർ സിലബസിനെ നമ്മൾ ടോപ്പിക് വൈസ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിസിക്സ് ഫണ്ടമെന്റൽസ്, യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മാസ്, വെയിറ്റ്, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇത്രയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, RRBയുടെ ഒട്ടുമിക്ക എക്സാംസിനും എന്തുണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും. അതിന്റെ സിലബസുമായി എന്താണ് ഏറെക്കുറെ ഇത് സാമ്യമുള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്ത് പഠിക്കണം, എല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. നോക്കുക, ഈ ഒരു സബ്ജക്ട് ഫിസിക്സ് ആണ്. ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ് NCERTയുടെ ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അവിടെ നോക്കുക, ഫിസിക്സിന്റെ പാർട്ട് 1, അതായത് NCERTയുടെ ക്ലാസ് 11 ആയിക്കോട്ടെ, ക്ലാസ് 12 ആയിക്കോട്ടെ, പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്സ് ഒന്ന് മനസ്സിലാക്കാം, എത്രത്തോളം പഠിക്കണം. കാരണം ഇതിന്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്സിൽ തന്നെയായിരിക്കും പല ക്വസ്റ്റ്യൻസും ഫണ്ടമെന്റൽസ് വരിക. അപ്പോൾ ഈ ഒരു എക്സാം ആകുമ്പോൾ നമുക്ക് NCERT മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. ആദ്യമായിട്ട് NCERT ക്ലാസ് 11 ഫിസിക്സിന്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് 1 and 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറെക്കുറെ ഈ ടോപ്പിക്സ് കവർ ചെയ്യാം. പക്ഷേ എക്സ്ട്രാ നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, കാരണം ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ലെവലിലുള്ള ഒരു പോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് എക്സ്ട്രാ ലേണിംഗ് ആയിട്ട് നമ്മൾ RRBയുടെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി JEE ലെവൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡിപ്ലോമ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ITA ഡിപ്ലോമയിലൊക്കെ ഇതിനു മുമ്പ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തി തന്നെ പഠിക്കണം. അപ്പോൾ ഒരു ഫണ്ടമെന്റൽസ്, ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ NCERTയുടെ ക്ലാസ് 11 പാർട്ട് 1 ചാപ്റ്റർ 1 ഉം 5 ഉം നമുക്കൊരു റെഫറൻസ് ആയിട്ട് വെക്കാം. അതിനോടൊപ്പം തന്നെ അവിടെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ലേണിംഗിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ RRB എക്സാംസിന്റെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് മസ്റ്റായി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. അതൊരു പോയിന്റ് നമ്പർ 1. ഇനി നമ്മുടെ സിലബസിന്റെ രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഇതും NCERTയുടെ ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്കിന്റെ ഫിസിക്സിന്റെ പാർട്ട് 2 ചാപ്റ്റർ 10 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് കാണാൻ പറ്റും. അതും നമ്മുടെ ഫൗണ്ടേഷൻ ആക്ട് ചെയ്യുക. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്കിനും, അതായത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്കിനും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിപ്ലോമ ലെവലും IT ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലാതെ NCERT മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ കാര്യം നടക്കില്ല. കാരണം
ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ എക്സാംസിനും ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പഠിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും, അതായത് ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ഫൗണ്ടേഷൻ എവിടെ നിന്നാണെന്നും ചാപ്റ്റർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കണം. അത് നമുക്ക് വഴിയെ നോക്കാം. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. എന്താണ്? ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ചാർജ്, ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് സർക്യൂട്ട്സ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, പിന്നെ ഓംസ് ലോ, റെസിസ്റ്റൻസ് കോമ്പിനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന വർക്ക്, എനർജി, പവർ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, അതിൻ്റെയൊക്കെ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം ലെവലിലുള്ള എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, RRBയുടെ അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ ITI ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായും എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ളത്, അതായത് എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് 100-200 ചോദ്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിന്, ഞാൻ പറഞ്ഞത് നമുക്ക് ബേസിക് ലെവലിൽ തന്നെ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കാര്യം അറിയാമെങ്കിൽ 200 അല്ല 500 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി ഇതിൻ്റെ ഫൗണ്ടേഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ പഠിക്കാം. നമുക്ക് NCERTയുടെ ക്ലാസ് 12th ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സിന്റെ പാർട്ട് 1 ചാപ്റ്റർ 1, 2, 3 and 7 തന്നെ എന്ത് ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് മാത്രം മതിയോ, പോരാ. ഡിപ്ലോമയിലും അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഫേവറേറ്റ് ഏരിയ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോമ്പറ്റേറ്റീവ് എക്സാം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ RRB JEE ഇതേ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇനി കാണിക്കുന്നുണ്ടാവും, കാരണം കഴിഞ്ഞ തവണത്തെ RRB JEEയുടെ സിലബസിൽ ഇതേ ടോപ്പിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നമ്മുടെ ഈ എക്സാമിലേക്കും ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ജസ്റ്റ് ഒരു NCERT ലെവലോ അല്ലെങ്കിൽ ബാക്കിയുള്ള RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ലെവലിൽ മാത്രമായിട്ട് നമ്മൾ ഈ ടോപ്പിക്സിനെ ഒതുക്കാൻ പാടില്ല, അല്ലെ, ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എക്സ്ട്രാ ലേണിംഗ് വേണ്ടിയിട്ട് ഈ ഏരിയാസ് കവർ ചെയ്യണം. അതൊരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഞാൻ ഏതാ പറഞ്ഞ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് പറഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക് ഏതാണ് കണ്ടോ, ആംപിയേഴ്സ് ലോ, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആൻഡ് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത്രയും സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതൊരു വൈഡ് ഏരിയ ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഈ ഇത്രയും ഏരിയാസിൽ നിങ്ങൾക്ക് തന്നെ ഒരുവിധം ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ വരുന്നതാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു പാർട്ടാണ്. പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ടോപ്പിക്സ് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആംപിയേഴ്സ് ലോ അറിയണമെങ്കിൽ തന്നെ നമ്മൾ എന്തറിയണം, ഇന്റഗ്രൽ H.dl = I അല്ലെങ്കിൽ B.dl = μ0 × I എന്ന് നമ്മൾ അറിയണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ മ്യൂ എന്താണെന്ന് അറിയണം, ബി അറിയണം, കറണ്ടിന്റെ വാല്യൂ അത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആ ഡെഫിനിഷൻ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഫൗണ്ടേഷൻ, അതായത് ബേസിക്സ് ക്ലിയർ ആയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ആംപിയേഴ്സ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ ഇക്വേഷൻ മാത്രം ചോദിക്കാനല്ല, ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ല ടേംസ് ചോദിച്ചേക്കാം. അപ്പോൾ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്താലും നമുക്ക് എഴുതാൻ പറ്റും. അതായത് ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മുടെ മാർക്കായിട്ട് കൺവേർട്ട് ആവും. ഇനി ഇവിടെ എന്താണ്, ഞാൻ ഇവിടെ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന NCERTയുടെ ക്ലാസ് 12th ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 ചാപ്റ്റർ 4, 5 and 6 ആണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ബേസിക് എഞ്ചിനീയറിംഗ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിസം നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുന്നുണ്ട്. ഡിപ്ലോമ ആയിക്കോട്ടെ, ITI ആയിക്കോട്ടെ, അതിൽ ബേസിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഈ ടോപ്പിക്സ് എല്ലാം. ഇതും ഈ പറയുന്ന ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. ആ ഡിപ്ലോമ ലെവൽ, ITI ലെവൽ തൊട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ എക്സ്ട്രാ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ പറഞ്ഞു എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം വൈഡ് ഏരിയ. കാരണം ഈ ഏരിയാസിൽ നിന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി കഴിഞ്ഞാൽ ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഓക്കെ, അഗെയിൻ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരുപാട് ഇൻഡെപ്ത്, ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന അത്രയും ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈ എക്സാം അല്ല, ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ ഈ സെഷൻ 3 and 4 ഇത് ഞാൻ തന്നെ ആ സിലബസ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സിലബസിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് RRB JEEയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ RRB JEEയുടെ ലെവലിൽ ചിലപ്പോൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമാവും എന്നുള്ളത് ഞാൻ ഇവിടെ ഫാക്ട്സ് വെച്ച് കാണിച്ചു തരാം. നോക്കുക, ഇത് കഴിഞ്ഞ തവണത്തെ RRB JEEയുടെ ഇലക്ട്രിക്കലിന്റെ സിലബസ് ആണ്, 2018 സിലബസ് ആണ്. നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ബേസിക് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്,
പറയുന്നുണ്ട്. അതായത് കോൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, കോൺസെപ്റ്റ് ഓഫ് കറണ്ട്, പവർ, എനർജി, വർക്ക്, യൂണിറ്റ്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സിലബസിലും ഇല്ലേ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഇപ്പോഴത്തെ സിലബസിലും ഇല്ലേ ഉണ്ട്. അതുപോലെ തന്നെയാണോ മാഗ്നറ്റിക് സർക്യൂട്ടിന് ഇവിടെ പറഞ്ഞ, അല്ലെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നുണ്ട്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കോൺസെപ്റ്റ് ഓഫ് ഫ്ലക്സ്, MMF, റിലക്ടൻസ്, ഇതൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആംപിയർ സർക്യൂട്ട് ലോ പറയാൻ പറ്റുള്ളൂ, ആംപിയേഴ്സ് ലോ പറയാൻ പറ്റുള്ളൂ. അവിടെ നോക്കുക, കോൺസെപ്റ്റ് ഓഫ് ഫ്ലക്സ്, MMF, റിലക്ടൻസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് RRBJയുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം നേരത്തെ കണ്ട ടെക്നീഷ്യന്റെ സിലബസിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ ഏരിയാസിൽ നിന്നെല്ലാം തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതൊരു ഗ്രേഡ് 1 പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് RRBJയുമായി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ എക്സാമിന് വരിക. അതുകൊണ്ട് തന്നെ RRBJ ഒന്ന് പ്രിപ്പയർ, RRBJയുടെ ലെവലിൽ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ RRBJക്ക് വേണ്ടി ഒരു പ്രിലിംസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കാണാം. നിങ്ങൾക്ക് ഈ എക്സാമിന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ RRBJയുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിയും. അതിൻ്റെതായ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. മാത്രമല്ല ഈ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സെറ്റ് ചെയ്യുന്ന ഏതൊരു ടീമിൻ്റെയും ഫേവറേറ്റ് ഏരിയയാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതും പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അവിടെ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി, കാണാതെ പഠിക്കാൻ ഒന്നുമില്ല. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഏതാണ്, ഈ ഒരു പോർഷൻ്റെ ആണ് അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഇലക്ട്രോണിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രോണിക്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പറയുന്നുണ്ട്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, മൈക്രോ കൺട്രോൾ, മൈക്രോ പ്രോസസർ, ഇലക്ട്രോണിക് മെഷർമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, CRO, LCD, LED പാനൽ, ട്രാൻസ്ഡ്യൂസേഴ്സ്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഇത്രയും പോയിന്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഇത് തന്നെ ഞാൻ എന്ത് ചെയ്യും നോക്കുക. കഴിഞ്ഞ തവണത്തെ, അതായത് 2018 RRBJയുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക് സിലബസും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. ഇത് ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത് 11ാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ വന്ന സിലബസ് ആണ്. ബേസിക് ഇലക്ട്രോണിക്സ്, വർക്കിംഗ് ഓഫ് വേരിയസ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇവിടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് RRBയുടെ സിലബസിൽ. ഇവിടെ നോക്കിയാൽ ആകെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഏരിയാസ് എല്ലാം എന്ത് ചെയ്യണം, ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 35 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ സിസ്റ്റം, ബൈനറി കോഡ്സ്, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, AD കൺവേർട്ടേഴ്സ്, കൗണ്ടേഴ്സ്, മെമ്മറീസ്. അപ്പോൾ ഇതും എന്താണ്, ഇത് RRBJയുടെ ഇലക്ട്രോണിക്സിന്റെ സിലബസിലുള്ള 3ാമത്തെ പാർട്ടാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫറൻസ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ പറയുന്ന സിലബസ് എല്ലാം, പ്രീവിയസ് സിലബസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്, മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ. നമ്മുടെ കഴിഞ്ഞ സിലബസിൽ ഇലക്ട്രോണിക്സിന്റെ സിലബസിൽ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോൾ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യങ്ങൾ നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ്സ് കണ്ടോ, ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ഇതൊന്ന് വായിച്ചു നോക്കുക. മെഷറിംഗ് സിസ്റ്റംസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ്, റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, CRO, LCD അതായത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, LCD, LED പാനൽ ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത് തന്നെയല്ലേ ഇതാ കണ്ടോ, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്സ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, LCD, LED പാനൽ, ട്രാൻസ്ഡ്യൂസേഴ്സ്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എവിടെയുണ്ട്, നമ്മുടെ കഴിഞ്ഞ തവണത്തെ RRBJയുടെ സിലബസിൽ അതേപോലെ തന്നെ ഒരു വേർഡ് പോലും മാറ്റാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെയിം സിലബസ് ആസ് RRBJ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലുമായിട്ടും ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇലക്ട്രിക്കലിലും വരുന്നതാണ്. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഇലക്ട്രിക്കലിലും കണ്ടതാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ദിസ് ഇസ് എ ഫേവറേറ്റ് ഏരിയ. കാരണം ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ എല്ലാത്തിൽ നിന്നും ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് ആ ഒരു ഡിപ്ലോമ ലെവലിൽ അല്ലെങ്കിൽ ഒരു ITL ലെവൽ എക്സാമിനും ഡിപ്ലോമ ലെവൽ എക്സാമിനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ്, എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ടോപ്പിക്സ് എല്ലാം തന്നെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RRBJ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഏത് സ്ട്രീം ആയിക്കോട്ടെ, RRBJ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 തീർച്ചയായിട്ടും അറ്റംപ്റ്റ് ചെയ്യുക. കാരണം ഈ സിലബസിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, RRBJയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു കോമൺ പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നായിരിക്കും വരുന്നതല്ലേ, അതെല്ലാം ഈ 2 എക്സാംസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വന്നേക്കാം. ആ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി, സബ്ജക്റ്റ് മനസ്സിലാക്കി, ഓരോ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിൽ നിന്ന് ഈ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം us, നമ്മളിൽ നിന്ന് അവരെന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്.
ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു 35 മാർക്കിന് വരുന്നൊരു സിലബസ് ആണ് അല്ലേ. മാത്രമല്ല നമുക്ക് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ 35 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമല്ല നമുക്ക് ഒരു ജനറൽ അവയർനെസ് ഉള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് കുറേ കൂടി സ്പെസിഫിക് ആയിട്ട് ഇന്ന ഏരിയാസ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും RRB JEE വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ന ടോപ്പിക്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് അത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. ആ ടോപ്പിക്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ 35 നമുക്കൊരു 32 മുതൽ 35 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് കോൺസെപ്റ്റ് ബേസ്ഡ് കാര്യമാണ്. നമ്മൾ ഓർമ്മശക്തിയെ കാട്ടി ആ കാര്യങ്ങൾ മനസ്സിലാക്കി, ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി, ബേസിക്സ് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് ട്രൈ ടു സ്കോർ ഫുൾ മാർക്സ്, അതായത് 35 മാർക്കും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അത് പോയിന്റ് നമ്പർ 1. രണ്ടാമത് നമ്മൾ പറഞ്ഞു 35 മാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. മാത്രമല്ല കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 35 മാർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ, ഈ എക്സാമിനും ഇനി വരാൻ പോകുന്ന ആ JEE പോലുള്ള എക്സാമിനും നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ആ ഒരു പോയിന്റ് ഓർക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗീവ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ഈ പറയുന്നത്. ഡിപ്ലോമ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും എഞ്ചിനീയറിംഗ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നിന്നായിരിക്കും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. അതൊന്ന് പഠിച്ചു വയ്ക്കുക. മാത്രമല്ല ഞാൻ പറഞ്ഞു 2018 അല്ലെങ്കിൽ 2020 ശേഷം നടന്നിരിക്കുന്ന എക്സാംസിന്റെ പാറ്റേൺ എല്ലാം ഏത് ബോർഡ് നടത്തിയാലും കേരള PSC ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസിന്റെ ലെവലിലൊക്കെ കാര്യമായ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പഠിക്കാൻ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ, അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെയും അതുപോലെ എക്സാമിന്റെയും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഈ പറയുന്ന പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളും പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ അവിടെയും നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പലതവണ റിപ്പീറ്റ് ചെയ്താണ്. JEE ലെവലിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ്, കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഏരിയ, വൈഡ് ഏരിയ ഉണ്ട്. വൈഡ് ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. പക്ഷേ ഓരോ ടോപ്പിക്കിലും അല്ലെങ്കിൽ ഓരോ സബ് ടോപ്പിക്കിലും എത്രത്തോളം ഡെപ്തി പോകണമെന്നും അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഓരോ സബ് ടോപ്പിക്കിലെ എന്തൊക്കെയാണ്, എത്രത്തോളം ഡെപ്ത്, കാരണം എല്ലാ ടോപ്പിക്കും ഒരുപാട് ഡെപ്തി പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചില ടോപ്പിക്സ് ഒരുപാട് ഡെപ്തി പോകണ്ട, എന്നാൽ ചില ടോപ്പിക്സ് നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. ആ ഏരിയാസ് ഒന്ന് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. വെറുതെ വാരി വലിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിൽ നിന്ന് എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ, ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ഏരിയയിൽ നിന്നും ഞാൻ എന്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അത് വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ. അല്ലാതെ വെറുതെ റാൻഡമായിട്ട് സിലബസിൽ ഏതെങ്കിലും ഒരു സിലബസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അല്ല പഠിക്കേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെ നിന്ന് അല്ലെങ്കിൽ എത്രത്തോളം ഓരോ ടോപ്പിക്കിലും പഠിക്കണം എന്നൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ നിന്ന് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്, സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ വിത്ത് എ ക്ലിയർ ഐഡിയ. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT നിന്ന് പഠിക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് വേണം, ബേസിക് എഞ്ചിനീയറിംഗ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ഡിപ്ലോമ ലെവൽ, IT ലെവൽ, എഞ്ചിനീയറിംഗ് ലെവൽ ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ എന്താണ് JEE ലെവൽ ക്വസ്റ്റൻസ്, അത് ന്യൂ JEE ലെവൽ ക്വസ്റ്റൻസ് ഞാൻ എഴുതാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JEE ലെവൽ പഴയത് മാത്രമല്ല പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് വരാനും സാധ്യതയുണ്ട്. 2020 ശേഷം ഇതുവരെ JEE എക്സാം നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ക്വസ്റ്റൻസും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. പോയിന്റ് ക്ലിയർ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ലെവൽ ഓഫ് ക്വസ്റ്റൻസും ഡെപ്ത് ഓഫ് ക്വസ്റ്റൻസും നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും, ഞാൻ ഇവിടെ തന്നെ കുറേ സബ് ടോപ്പിക്സ് കാണിച്ചു അല്ലേ. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ തന്നെ പല സബ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. ആ ഓരോ ടോപ്പിക് വൈസും നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്സിന്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് നോട്ട് ബുക്സ് വെച്ച് അതിൽ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി ചാർട്ട്സ് ഉണ്ടാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു ഇത് കുറേ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അതിന് നിങ്ങളുടെ ഷോർട്ട് നോട്ട്, നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേക്ക് ചാർട്ട്സ് ആൻഡ് ഷോർട്ട് നോട്ട്സ് ഫോർ ടെക്നിക്കൽ സബ്ജക്ട്സ്. അത് മസ്റ്റാണ്. നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി അത് മനസ്സിലാക്കിയ കാര്യം അതേപോലെ എഴുതി വെക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ സബ്ജക്ട്സ് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മൊത്തം ഒന്നേന്ന് പഠിക്കേണ്ടി വരും. അതിൻ്റെ അവസ്ഥ വരരുത്. കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ചില ടോപ്പിക്സിൽ ചില വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട്സ് ഉണ്ടാക്കി ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ,
ഇതാണ് എന്ത് നമ്മൾ ഈ ഒരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രിപ്പയർ ചെയ്യേണ്ട രീതി. അതെന്ത് ആ ഒരു പോസ്റ്റിൽ ആ ഒരു സിലബസിൽ ഇത്രയും ഈ ഒരു പോർഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ഫാക്ട്സ് ഉൾപ്പെടെ ഞാൻ പറയും. ഇത് നിങ്ങൾക്ക് തന്നെ ഒന്നും അനലൈസ് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും ഒരു പടി മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അല്ലാതെ കഴിഞ്ഞ തവണത്തെ അതേപോലെ അതേ ക്വസ്റ്റ്യൻസ് അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ഇപ്പോഴും വരാൻ പോകുന്നതെന്ന് ഒരു എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത്, എസ്പെഷ്യലി 2020 ശേഷം കാര്യമായിട്ടുള്ള ചേഞ്ച് എല്ലാ എക്സാംസിനും നടക്കാറുണ്ട്. അതിപ്പോഴേ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ ഈ എക്സാം കഴിഞ്ഞ് 2024 എക്സാംസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്, നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ വരരുത്. നേരത്തെ തന്നെ മനസ്സിലാക്കി തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരെങ്കിൽ തന്നെയാണ് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ് എന്ത്, നമ്മളുടെ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതിൻ്റെ സാലറി, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പം നമ്മൾ ഇത്രയും മെനക്കെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്നത് ഈ ഒരു കാര്യം നേടാനാണെന്നൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ പ്രൊമോഷൻ സാധ്യതകളെക്കുറിച്ചും ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള RRB എക്സാംസിൻ്റെ ഫിസിക്സ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല RRB JEയുടെ സിലബസും അല്ലെങ്കിൽ RRB JEയിൽ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ലെവൽ 5 പേ സ്കെയിലുള്ളൊരു ജോബാണ്. അതെല്ലാം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന എക്സാംസിന് നിങ്ങൾ പാരലായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നും കൂടി ഓർക്കുക. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം.